പ്രിയപ്പെട്ടവരെ, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട്? ഈ പ്രഭാതം എങ്ങനെയുണ്ട്? നന്നായി വിശ്രമിച്ചുവോ? രാവിലെ എഴുന്നേറ്റപ്പോൾ സന്തോഷിക്കുന്നുവോ? നമ്മുടെ ശരീരത്തിനും ആത്മാവിനും ദൈവം ഒരു വിശ്രമം തന്നിട്ടുണ്ട്. ഓരോ ദിവസവും രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ ശരീരത്തിന് നല്ലൊരു വിശ്രമമുണ്ടാകുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പുതിയ ദിവസം, പുതിയ കാര്യം, പുതിയ ചിന്ത, പുതിയ വിചാരത്തോടെ എഴുന്നേൽക്കുന്നു. ദൈവത്തിന്റെ കൃപയും ഓരോ ദിവസവും പുതിയതായിരിക്കുന്നു. ഓരോ ദിവസവും ദൈവം പുതിയതായ വഴി നടത്തും. ഈ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ കാര്യം ചെയ്ത് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ശരി, ഈ ദിവസം ദൈവം നിങ്ങൾക്കായി തന്നിരിക്കുന്ന വചനം എന്താണെന്നറിയാമോ? യെശയ്യാവ് 62 അധ്യായം 12 വാക്യത്തിൽ, നീയോ അന്വേഷിക്കപ്പെട്ടവളെന്നും ഉപേക്ഷിക്കപ്പെടാത്ത നഗരമെന്നും പേരാകും. നിങ്ങളെക്കുറിച്ചാണിത് പറയുന്നത്. എന്റെ മകനെ, എന്റെ മകളെ, നീ അന്വേഷിക്കപ്പെട്ടവൻ, അന്വേഷിക്കപ്പെട്ടവളെന്ന് പേരാകും. അതുമാത്രമല്ല, ഉപേക്ഷിക്കപ്പെടാത്തവൻ, ഉപേക്ഷിക്കപ്പെടാത്തവളെന്നും പേരാകും. മറ്റുള്ളവർ നിങ്ങളെ നോക്കി പറയും, നീ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, നീ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൾ, നീ ഉപേക്ഷിക്കപ്പെടാത്തവൻ, ദൈവം നിങ്ങളെ ഉപേക്ഷിക്കില്ല എന്ന് മറ്റുള്ളവർ നിങ്ങളെ നോക്കി പറയുന്ന ഒരു അനുഗ്രഹം. വീട്ടിലുള്ളവർ നിങ്ങൾ ജയിക്കുമ്പോൾ നിങ്ങളോട് പറയാറില്ലേ, ദൈവം നിന്റെ കൂടെയുണ്ട് മോനെ, ദൈവം എല്ലാം നല്ലത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, നിനക്ക് ജയം തന്നിരിക്കുന്നുവല്ലോ എന്ന് പറയുമ്പോൾ എന്തൊരു സന്തോഷമാണ്. മകളെ, ദൈവം നിന്റെ കൂടെയുണ്ട്, അതുകൊണ്ടാണ് ദൈവം നിന്നെ കൈവിടാത്തത് എന്ന് കണ്ടോ. നീ ചോദിച്ചത് തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സിൽ സന്തോഷമുണ്ടാകുമല്ലേ? അതാണ്. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും വസിക്കുന്ന സ്ഥലത്തും മറ്റുള്ളവർ നിങ്ങളെ നോക്കി, നീ തിരഞ്ഞെടുക്കപ്പെട്ട മകൻ, തിരഞ്ഞെടുക്കപ്പെട്ട മകൾ, ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, അതുകൊണ്ടാണ് നിനക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം കിട്ടുന്നത്. ദൈവം നിന്നെ ഉയർത്തുന്നു, മഹത്വപ്പെടുത്തുന്നു, നിന്നെ ജയിപ്പിക്കുന്നു, നീ ചെയ്യുന്നതെല്ലാം സഫലമാകുന്നു എന്ന് മറ്റുള്ളവർ പറയണം. അപ്പോൾ ദൈവം അതുപോലൊരു അനുഗ്രഹത്തെ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളോടാണ് പറയുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സ് തളർന്ന്, ദൈവം എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ, ദൈവം എന്നെ കൈവിട്ടിരിക്കുന്നല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടോ? ദൈവം എങ്ങനെയാണ് നിങ്ങളെ കൈവിടുക? നിങ്ങളെ ദൈവം തിരഞ്ഞ് കണ്ടുപിടിച്ച് വേർതിരിച്ചെടുത്തിരിക്കുന്നില്ലേ? നിങ്ങളെ തിരഞ്ഞ് കണ്ടുപിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ നാട്ടിൽ എത്രമാത്രം ജനങ്ങളുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഗ്രാമത്തിലും നിങ്ങളുടെ പട്ടണത്തിലും നിങ്ങളുടെ ജില്ലയിൽ ലക്ഷോപലക്ഷം ജനങ്ങളിൽ നിന്ന് നിങ്ങളെ തിരഞ്ഞ് കണ്ടുപിടിച്ച്, ഈ മകനെ എനിക്ക് വേണം, ഈ മകളെ എനിക്ക് വേണം, ഞാൻ കൂടെയിരുന്ന് വഴി നടത്തണം എന്ന് നിങ്ങളെ കണ്ടുപിടിച്ചെടുത്തിട്ടില്ലേ? എത്ര വലിയ ഭാഗ്യമാണത്. ഞാൻ ആലോചിക്കാറുണ്ട്, ഈ ജില്ലയിൽ എത്ര ലക്ഷക്കണക്കിന് ലക്ഷോപലക്ഷം ജനങ്ങളുണ്ട്. എന്റെ ഗ്രാമത്തിൽ അനേകായിരം ജനങ്ങൾ വസിക്കുന്നുണ്ട്. എന്നെ മാത്രം ദൈവം തിരഞ്ഞു കണ്ടുപിടിച്ചിരിക്കുന്നല്ലോ. അതോർക്കുമ്പോഴേ ഒരു അത്ഭുതം തന്നെയല്ലേ? നിങ്ങളെയും ദൈവം അങ്ങനെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഞാൻ നിന്നെ കണ്ടുപിടിച്ചിരിക്കുന്നു മകളെ, ഞാൻ നിന്നെ കണ്ടുപിടിച്ചിരിക്കുന്നു മകനെ, പിന്നെങ്ങനെയാണ് നിന്നെ ഉപേക്ഷിക്കുക എന്ന് ദൈവം പറയുന്നു. അപ്പോൾ നിങ്ങൾ അവകാശത്തോടെ പറയൂ, അങ്ങനെ ഉപേക്ഷിക്കുകയില്ല, ദൈവം എന്നെ ഉപേക്ഷിക്കുകയില്ല. വിശ്വാസത്തെ ഏറ്റു പറയണം. സാത്താൻ എന്തു പറയുമെന്ന് വെച്ചാ, ദൈവം നിന്നെ ഉപേക്ഷിച്ചു, ദൈവം നിന്നെ മറന്നിരിക്കുന്നു, നിന്നെയൊക്കെ ദൈവം ഓർക്കുമോ എന്ന ചിന്ത കൊണ്ടുവരും. ആ വേദന മനസ്സിൽ കൊണ്ടുവരും, തളർച്ചയുണ്ടാക്കും. ഇന്ന് നിങ്ങൾ അങ്ങനെയല്ലേ ഉള്ളത്? ദൈവം എന്നെ മറന്നു കളഞ്ഞോ, എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല, ഒരു കാര്യവും നടക്കുന്നില്ലല്ലോ എന്ന് തോന്നും. ദൈവം പറയുന്നു, ഞാൻ എങ്ങനെ നിന്നെ മറക്കും? ഞാൻ നിന്നെ കണ്ടുപിടിച്ചിട്ടില്ലേ? നിനക്ക് വേണ്ടി കുരിശിൽ രക്തം ചിന്തി നീ എന്റെ കുഞ്ഞായിരിക്കണം, എന്നെ ആശ്രയിക്കണമെന്ന് ഞാൻ നിന്നെ കണ്ടുപിടിച്ചിട്ടില്ലേ? നിന്നെ എങ്ങനെ ഉപേക്ഷിക്കുമെന്നാണ് ദൈവം പറയുന്നത്. അതിനാൽ ഉപേക്ഷിക്കപ്പെടാത്തവൻ, ഉപേക്ഷിക്കപ്പെടാത്തവളെന്ന് മറ്റുള്ളവർ പറയത്തക്ക വിധം കർത്താവ് അനുഗ്രഹിക്കും. അപ്പോൾ നിങ്ങൾ ഭയപ്പെടുന്ന കാര്യത്തിൽ അത്ഭുതം നടക്കാൻ പോകുന്നു എന്നർത്ഥം. ഏത് കാര്യത്തിലാണ് ദൈവം ഉപേക്ഷിച്ചത് എന്ന് വിചാരിക്കുന്നുവോ അതിൽ അത്ഭുതം നടക്കാൻ പോകുന്നു. ചിലപ്പോൾ ഉപേക്ഷിച്ചതുപോലെ തോന്നും, അല്പനേരത്തേക്ക് മാത്രം. ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളുമെന്ന് പറഞ്ഞിട്ടില്ലേ? ചിലപ്പോൾ ദൈവം മാറി നിൽക്കുന്നത് പോലെ തോന്നുമായിരിക്കും, ഉപേക്ഷിച്ചിരിക്കുന്നത് പോലെ പെരുമാറി എന്ന് വരും. ഉടനെ പരിഭ്രമത്തോടെ, ദൈവമേ അങ്ങനെ കൈവിട്ടുവോ എന്ന് ചോദിച്ച ഉടനെ, ഞാൻ ഇവിടെ തന്നെയുണ്ട്, നീ എന്റെ മേൽ എത്രമാത്രം വിശ്വാസമർപ്പിച്ചിരിക്കുന്നു, എന്നെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ഞാൻ പരീക്ഷിക്കുകയാണ് എന്ന് ദൈവം നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുമത്രേ. ദൈവത്തോട് പറയൂ, ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ, അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അങ്ങയുടെ മകളാക്കിയിരിക്കുന്നു, എന്നെ ഉപേക്ഷിക്കുകയില്ല, ഏതവസ്ഥയിലും എന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് എനിക്കൊരു അത്ഭുതം ചെയ്യും, ഞാൻ ആ അത്ഭുതത്തെ പ്രതീക്ഷിക്കുന്നു എന്ന് പറയൂ. അത്ഭുതം നടക്കും. പറയുമോ? ദൈവമേ, എന്നെ തിരഞ്ഞ് കണ്ടുപിടിച്ചതിനായി സ്തോത്രം,
ഞാൻ അങ്ങയുടെ മകനായി മകളായിരിക്കുന്ന ഭാഗ്യത്തിന് നന്ദി. എന്നെ അങ്ങ് ഉപേക്ഷിക്കില്ല, ഇതുവരെ ഉപേക്ഷിച്ചിട്ടില്ല, ഇനിയും ഉപേക്ഷിക്കുകയില്ല. ഈ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരത്ഭുതത്തെ പ്രതീക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ